തരിശായി കിടന്ന കാട് പ്രദേശം കൃഷിയോഗ്യമാക്കി 100 മേനി വിളയിക്കാനുള്ള ശ്രമത്തിലാണ് ആദവനാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അംഗങ്ങൾ. കരിപ്പോളിലെ ചോലക്കാട് ആറളംകാട് പ്രദേശത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് കർഷകർ പച്ചക്കറി കൃഷിയിറക്കുന്നത്. പച്ചക്കറിയുടെ ലഭ്യതയിൽ ആദവനാട് പഞ്ചായത്തിനെ സ്വയം എന്ന ലക്ഷ്യത്തോടെയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോലക്കാട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ 1.5 ഏക്കർ ഭൂമിയിൽ പച്ചക്കറി കൃഷിയിറക്കുന്നത്. ഭൂമിയുഴുത് പാകമാക്കുന്ന പ്രവൃത്തിയാണ് വ്യാഴാഴ്ച നടന്നത്. ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സ ഇസ്മായിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സയ്യിദ് കരിപ്പോൾ, ആദവനാട് മുഹമ്മദ് കുട്ടി, KT താഹിറ, ഇടത്തടത്തിൽ മമ്മൂദ് ഹാജി, പാറക്കുണ്ടിൽ കുഞ്ഞിമാൻ, ഇടത്തടത്തിൽ ഏഞ്ചിൻകുട്ടി തുടങ്ങിയവരും തൊഴിലുറപ്പ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഉടമകളുടെ അനുവാദത്തോടെ കൃഷിയിറക്കുമെന്നും പഞ്ചായത്തിനെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും വാർഡ് മെമ്പർ സയ്യിദ് കരിപ്പോൾ പറഞ്ഞു. ചോറ്റൂര് തണ്ണീർത്തടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിപ്പോളിലെ കൃഷിയോഗ്യമല്ലാത്ത മുഴുവൻ തരിശായി കിടക്കുന്ന ഭൂമിയും കൃഷിയോഗ്യമാക്കുകയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിച്ച് മാക്സിമം നാടൻ പച്ചക്കറികളെ പ്രോത്സാഹിപ്പിച്ച് അത് കടകളിൽ എത്തിച്ച് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ സമ്പൂർണ്ണ പച്ചക്കറി ആസൂത്രണം ചെയ്യുകയാണ് NRGS കരിപ്പോൾ യൂണിറ്റ് ഉദ്ദേശിക്കുന്നത്. പയർ, മുളക്, ചീര, മത്തൻ, കുമ്പളം എന്നിവയ്ക്ക് പുറമെ വാഴ, കപ്പ എന്നീ കൃഷികളും ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം സമീപത്തെ 30 ഏക്കർ സ്ഥലത്തും ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയിറക്കുന്നുണ്ട്. 35 തൊഴിലുറപ്പ് ജോലിക്കാരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ബന്ധം അറ്റുപോയെങ്കിലും പണിയെടുക്കാനും അതിലൂടെ കാർഷിക സംസ്കൃതിയെ പരിപോഷിപ്പിക്കാനും തയ്യാറായ ഒരു കൂട്ടം വനിതകൾ നാടിന് മാതൃകയാവുകയാണ്. കാർഷിക മേഖലകൾ വിട്ട് മറ്റു മേഖലകളിലേക്ക് തിരിയുന്ന ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ പുത്തൻ കൃഷിപാഠം നൽകുകയാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾ. ഒരു റിപ്പോർട്ട്. ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തമായ കേരളത്തെ കെട്ടിപ്പടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ പല പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് വയൽ നികത്തൽ വ്യാപകമായി അരങ്ങേറുകയാണ്. കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ മറ്റു മേഖലകളിലേക്കും കടക്കുമ്പോൾ മലയാളിയുടെ കാർഷിക സംസ്കാരം എന്നേക്കുമായി ഇല്ലാതാവുകയും ചെയ്തു. ഇത്തരം കർഷകർക്ക് പ്രചോദനമായാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളിലെ കുടുംബശ്രീ വനിതകൾ ആരും പെട്ടെന്ന് കടന്നു ചെല്ലാത്ത കരിപ്പോൾ ആറളംകാട് പ്രദേശത്തെ 1.5 ഏക്കർ സ്ഥലത്ത് കായ്ക്കറി കൃഷി എന്ന ആശയം പരീക്ഷിക്കാൻ രംഗത്തിറങ്ങിയത്. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹായവും പ്രോത്സാഹനവും കൂടിയായപ്പോൾ കുടുംബശ്രീ വനിതകൾ തൂമ്പയുമെടുത്ത് തരിശു ഭൂമിയിലേക്ക് ഇറങ്ങി. എല്ലുമുറിയെ പണിയെടുക്കാൻ കൃഷിയിറക്കിയ സ്ഥലത്ത് വളരെ പണിപ്പെട്ട് ചൂടിനെ പോലും വകവയ്ക്കാതെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ശേഖരിച്ചാണ് ഇവർ കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. ഇത്തരമൊരു കൂട്ടായ്മയുടെ വിയർപ്പിന്റെ വിലയാണ് ആറളംകാട് കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. തങ്ങളുടെ കൃഷിത്തോട്ടം കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നുണ്ടെന്ന് കുടുംബശ്രീ അംഗം പാത്തുട്ടി പറയുന്നു. നല്ല നട്ട് നനച്ച് ആദ്യം കാട് വെട്ടി നല്ല വൃത്തിയാക്കി കുളത്തുനിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവിടെ കൊടുന്ന് ഞങ്ങൾ എല്ലാത്തിനും നനക്കുന്നത്. ചിലപ്പം കറണ്ട് പോയാലും ഞങ്ങൾ മുടക്കുന്നില്ല. ഇതൊക്കെ നനച്ചിട്ടാണ് ഈ കോലം ഉണ്ടായി വന്നത്. സന്തോഷമല്ലേ ഇത് കാണുന്നത്. കുടുംബശ്രീ ആയിട്ട് അയൽക്കൂട്ടത്തിൽ ഞങ്ങൾ നല്ല ഇതിലാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗി, ഞങ്ങൾക്ക് നല്ല സന്തോഷം, തൃപ്തി. 2 മാസം മുമ്പ് തരിശായി കിടന്നിരുന്ന ഭൂമി ഇപ്പോൾ അസൽ കൃഷിത്തോട്ടം തന്നെ. ചിരങ്ങ, വെണ്ട, കയ്പ, പയർ, മത്തൻ, കപ്പ, തണ്ണിമത്തൻ, വെള്ളരി എന്നീ കായ്ക്കറികൾ 100 മേനിയാണ് വനിതകളുടെ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. തൃശൂരിലെ മണ്ണുത്തിയിൽ നിന്നും എത്തിച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വിത്തിട്ട പുള്ളിച്ചിരങ്ങയും വട്ടച്ചിരങ്ങയും നല്ല വിള ലഭിച്ചത് കാർഷിക മേഖലയുടെ ശ്രദ്ധേയമായ നേട്ടമാണെന്ന് ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP കരീം പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2011-12 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഗ്രാമപഞ്ചായത്തിലെ NRGSന്റെ തൊഴിലാളികളും കുടുംബശ്രീയും ജനകീയമായി നട്ട് വളർത്തിയ കൃഷിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ ഈ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ കാലങ്ങൾക്ക് മുമ്പ്, പഴയ കാലങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പുള്ളിച്ചെരങ്ങ, അതേപോലെ മത്തൻ ചെരങ്ങ, അതുപോലെ വലിയ ചെരങ്ങ, പിന്നെ ചീര, പയറ്, അതുപോലെ കുമ്പള, വെണ്ട, പിന്നെ കമ്പം, ചോളം, കൈപ്പക്ക, കുമ്മുട്ടി, പൂള, വാഴ, എല്ലാ സാധനങ്ങളും കൃഷികളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ എല്ലായിടത്തും ഒരു വ്യാവസായികമായി ആണ് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്. അതല്ല, ഇതിലോട് വ്യാവസായികമാണെങ്കിലും ഇത് വിറ്റിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവര് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിത്തുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ മത്തൻ ചെരങ്ങയും പുള്ളിച്ചെരങ്ങയും പിന്നെ കുമ്പളങ്ങ ചെരങ്ങയും ഒക്കെ തന്നെ നട്ടു വളർത്തി. അതുപോലെ തന്നെ ചീരയും അങ്ങനെ തന്നെയാണ്. വളരെ നമുക്ക് ഫലപുഷ്ടിയുള്ള, ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഔഷധ ഗുണമുള്ള ചീരകളൊക്കെ തന്നെ നട്ട് നടിപ്പിച്ചു. ഇവരെ ഇതിൽ നിന്ന് കാണുന്നത് നമ്മളടുത്തുനിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന വിത്തുകളെ സംരക്ഷിച്ച് ഇതിനെ ഒരു പഞ്ചായത്തിൽ തന്നെ, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും തന്നെ ഇതിന്റെ വിത്തുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാണ് ഇതിന്റെ കാര്യങ്ങളിൽ വന്നിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ നടന്ന വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സ ഇസ്മായിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ താഹിറ, സയ്യിദ് എന്നിവർക്ക് പുറമെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. വിളവെടുത്ത കായ്ക്കറികൾ പഞ്ചായത്തിന് സമീപം വിൽപ്പനമേള നടത്തി വിറ്റഴിക്കുകയും ചെയ്തു. ഇതിൽ നിന്നുള്ള ലാഭം കർഷകരായ കുടുംബശ്രീ അംഗങ്ങൾ പങ്കിട്ടെടുക്കുമെന്നും അടുത്ത വർഷം കൃഷി വിപുലമായ രീതിയിൽ നടത്തുമെന്നും കർഷകനും ഭൂ ഉടമയുമായ ഇടത്തടത്തിൽ മമ്മദ് പറഞ്ഞു. അവരാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയിലൂടെ കൃഷി ഉള്ള പദ്ധതി വന്നത്. അതുകൊണ്ട് അവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് കൊടുത്തുള്ള ഞങ്ങൾ കൂടുതൽ ജൈവവളമാണ്. അതൊരു അവാർഡ് കിട്ടാന്നല്ല, അതിന് ചെറിയ കുറഞ്ഞ ഒരു ഫാക്ടറി മാസ് കൊടുക്കുന്നതല്ലാതെ കൂടുതലും, അതായത് ചാണകം, പിന്നെ വളപ്പ്, കോഴിക്കാഷ്ടം, അതുപോലെ വെണ്ണീർ, ആട്ടിൻ കാഷ്ടം എന്നാണ് ഇതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം എന്താ, വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. അത് പഞ്ചായത്ത് അധികൃതമായിട്ട് സംസാരിച്ചതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ കുളം തന്നെയാണ് ഈ കൃഷി സ്ഥലത്തിൻ്റെ അടുത്തായിട്ടുള്ളത്. അതിപ്പോൾ ഈ പ്രാവശ്യം മഴ കുറവായിരുന്നിട്ടാലും അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥലങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. വെള്ളം കൂടുതൽ തരാൻ കഴിയുന്നെങ്കിൽ കൂടുതൽ സ്ഥലം ഞങ്ങൾ ഇനിയും ഈ കൃഷി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. വനിതകളുടെ കൂട്ടായ്മയിൽ ഒരു പുത്തൻ കാർഷിക സംസ്കാരം പിറവിയെടുത്തെങ്കിൽ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വരും തലമുറ ഭക്ഷ്യസുരക്ഷ മുന്നിൽ കണ്ട് കാർഷിക രംഗത്തേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സലീം തണ്ണീർച്ചാൽ, മലബാർ ന്യൂസ്, പുത്തനത്താണി.